തമിഴ്നാട് മുഖ്യമന്ത്രിയായ അധികാരമേറ്റ വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ വിളിച്ച് നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ആശംസകൾ നേർന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചത്. വിജയുടെ ഭരണകാലഘട്ടം മികച്ചതാകട്ടെ എന്ന് ആശംസിച്ച മോദി തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സഹകരണം ഉറപ്പു നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നന്ദി അറിയിച്ച വിജയ് ജനക്ഷേമത്തിനായി കേന്ദ്രവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മറുപടി നൽകി. അതേസമയം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രധാനമന്ത്രി രംഗത്തെത്തി. അധികാരത്തോടുള്ള അത്യാർത്തി മൂലം കോൺഗ്രസ് തങ്ങളുടെ പഴയ സഖ്യകക്ഷിയായ DMK പിന്നിൽ നിന്ന് കുത്തിയെന്ന് മോദി ആരോപിച്ചു. കർണാടകയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത്. 2014 മുൻപുള്ള 10 വർഷം കോൺഗ്രസ് സർക്കാരിനെ താങ്ങി നിർത്തിയത് DMK ആണെന്നിരിക്കെ രാഷ്ട്രീയ കാറ്റ് മാറിയപ്പോൾ 30 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്പുറം തേടുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നും അദ്ദേഹം പരിഹസിച്ചു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതിനെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ രാഷ്ട്രീയ ആക്രമണം. രാഷ്ട്രീയമായി നിലനിൽക്കാൻ മറ്റൊരു പാർട്ടിയുടെ സഹായം തേടേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നും തങ്ങളെ പ്രതിസന്ധികളിൽ രക്ഷിച്ചവരെ പോലും തള്ളിപ്പറയാൻ അവർക്ക് മടിയില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉടലെടുത്ത പുതിയ സഖ്യങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്.